ഈ നിൽക്കുന്ന സലിംകുമാർ ഇങ്ങനെ നിന്ന് ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരി ഉള്ളൂ, അത് അമ്മയാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിച്ചു നിന്നാണ്. പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ചോദിക്കും. മൃദാന്തമായി അമ്മയെക്കുറിച്ച് പറഞ്ഞ ആ വാക്കുകളുടെ മുമ്പിൽ എൻ്റെ പൊന്നു ചേട്ടാ ഞാൻ നമസ്കരിക്കുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ അത് ചേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും നെഞ്ചിൽ കൊള്ളാത്ത ഒരു മലയാളിയില്ല. കാര്യം അമ്മയെക്കുറിച്ച് ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അമ്മ ചേട്ടൻ പറഞ്ഞില്ലേ മൃദാന്തമായി അമ്മ കൈ പിടിച്ചാണ് ചേട്ടന്, അത് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സത്യം ആ ഒരു അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെ? അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള മനുഷ്യൻ തന്നെയാണ്. എനിക്കൊരു വലിയ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സർജറി സമയത്ത് എന്നോട് അമൃത ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എന്നോട് ഷൈൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടാവും, തന്നെ അമ്മനെ ഒന്ന് കാണും. അപ്പോൾ പുള്ളി വിചാരിച്ച് പൈസയൊക്കെ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എന്നോട് ഇത് പറഞ്ഞത്. അത് വേണ്ട, എനിക്ക് താല്പര്യമില്ല, നമുക്ക് ചെയ്യാം എങ്ങനെയെങ്കിലും ചോദിച്ച് അയ്യോ അതൊന്നും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ല പൈസയുടെ എടുത്ത് ഒന്ന് പോവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ 2 പിള്ളേരും വൈഫും അല്ലാതെ വേറെ ആരുമില്ലേ, വേറെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ എൻ്റെ കച്ചവടം കൂട്ടിയല്ലോ, ഒരു മനുഷ്യനുണ്ട് ഇല്ല, ഒരാളില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനാ, അങ്ങനെ ഒരാളില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നിന്ന് അപ്പോൾ എന്നോട് വൈഫ് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അവിടെ ഏതായാലും പോയി കണ്ടേക്കാൻ നോക്കും. അവിടെ ചെന്നു. അപ്പം ഞാൻ ഭയങ്കര ഇതിലാണ് ചെന്നേക്കണേ. ഞാൻ ഒരിക്കലും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെന്നേക്കണേ. നമുക്കതൊന്നും വേണ്ട, കണ്ടിട്ട് പോരാ. അമ്മയെ കണ്ടു. കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് വന്നതെന്ന് ചോദിച്ചു, ഇതിൽ പറയാനുണ്ടാ? അപ്പം ഞാൻ പറഞ്ഞു പറയാനുണ്ട്. അന്നാണ് കേട്ടാ. അപ്പം അന്ന് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ 45 വയസ്സായി. അമൃതയൊക്കെ എടുക്കണ രജിസ്റ്ററിൽ കിടക്കണത് 56 വയസ്സാണ്. അതൊന്നും മാറ്റി തന്നെ ഒന്ന് പറഞ്ഞു. വേറെ ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ രണ്ടു പറഞ്ഞ് പോയിക്കോ, ആശുപത്രി ചെന്ന് അഡ്മിറ്റ് ചെയ്ത്, വേറെ ഒന്നിനെ കുറിച്ചൊന്നും ഞാനുണ്ട് എന്ന് ആ സമയത്ത് പറയാൻ എനിക്ക് ഒരേതാവുള്ളൂ. എന്ത് വലിയ വാക്കുകളാണ്. അതല്ലേ, ഞാൻ ഒരു ദൈവവിശ്വാസമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമ്മയിൽ വിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയില് UN ഒരു മലയാളി കയറി മലയാളത്തിൽ പ്രസംഗിക്കാന്ന് വെച്ചാ ചില്ലറ കാര്യമല്ല, അല്ല, അത് വലിയൊരു കാര്യം. അതെ, അപ്പൊ ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരമ്മയാണ്. നമ്മ മലയാളികൾ എതിർത്തിട്ട് എന്താ കാര്യമുള്ളത്? സത്യം. അതിൽ അമ്മ ഒരിക്കലും അവകാശപ്പെടുന്നില്ലല്ലോ. ഒരു സാത്ത് സ്ത്രീനെ പോലെ എനിക്ക് ഇതായിരുന്നു. അമ്മ ഒരിക്കലും ഒരിടത്തും ഒന്നും അവകാശപ്പെടുന്നില്ല, ഒന്നും പറയുന്നില്ല. ശരിയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ IAS-കാരൊക്കെ ലൈനായിട്ട് കേൾക്കുള്ളൂ. അപ്പൊ ഞാൻ ചെന്ന് ആ റൂമിൽ ചെല്ലാനുള്ളതുണ്ട് എനിക്ക്. അപ്പൊ ചെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പോട്ടെ എന്ന്. അവിടെ ഇരിക്കും, അല്ല ആൾക്കാർ അവരൊക്കെ ഇരുന്നോളൂ, നമുക്ക് കുറച്ച് വർത്താനം പറയാന്ന് പറഞ്ഞു. അതല്ലേ ഒരു അമ്മ. അതെ അതെ അല്ലെ, നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു സാന്ത്വനം, ആ മാതൃത്വം. നമുക്ക് ആരും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ അമ്മ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം നമുക്ക് തരാന്ന് പറയുന്നത് സത്യം. ആ വാക്കുകൾ ചേട്ടാ ഭീകരമായിട്ട് എല്ലാ മലയാളികളുടെ മനസ്സിലും അങ്ങ് കൊണ്ടു ചേട്ടൻ അത് പറഞ്ഞത്. അപ്പോഴാ ഞാൻ ആലോചിച്ച അമ്മയുടെ മഹത്വവും എല്ലാരും അറിയണം. നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് പോലും അറിയണം. അമ്മ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഞാൻ ഈശ്വരനാണെന്ന് ഒന്നുമില്ല, ഒരിടത്തും ഞാൻ പറയുന്നത്. എന്നോട് അമ്മ കൊണ്ടുവന്നു. സത്യം ചേട്ടാ, സത്യം.